കോഴിക്കോട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മാളിക്കടവ്, മാവൂർ എന്നീ പ്രദേശങ്ങളിൽ ആണ് വെള്ളക്കെട്ട്. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. വയനാട്ടിൽ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. 42 ക്യാമ്പുകളിലായി 682 കുടുംബങ്ങളെ ഇതുവരെ ജില്ലാ ഭരണകൂടം മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ടെങ്കിലും ശക്തമായ മഴയില്ല. എന്നാൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതേസമയം തന്നെ ജില്ലയിലെ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത തുടരണമെന്ന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ വെള്ളം തുറന്നു വിടുകയും ചെയ്യും. ഈ സമയത്ത് കുറ്റ്യാടി പുഴയുടെ ഇരു തീരത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ജില്ലയിൽ നിലവിൽ 8 ക്യാമ്പുകളിലായി 77 പേരാണ് കഴിയുന്നത്. കോഴിക്കോട്, കൊയിലാണ്ടി താലൂക്കുകളിലാണ് ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. കൊയിലാണ്ടി കോതമംഗലം GLP സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചത്. കോഴിക്കോട് താലൂക്കിലെ 6 ക്യാമ്പുകളിലായി 11 കുടുംബങ്ങളാണ് കഴിയുന്നത്. വയനാട് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി പെയ്യുന്ന അതിതീവ്ര മഴയ്ക്ക് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ശമനമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും മഴ പെയ്തിരുന്നു. ജില്ലയിലെ 75 ഏക്കറോളം കൃഷിഭൂമി ഇതിനകം വെള്ളത്തിനടിയിലായിട്ടുണ്ട് എന്നാണ് ഇന്നലെ വരെയുള്ള കൃഷിവകുപ്പിന്റെ കണക്ക്. 42 ക്യാമ്പുകളിലായി 682 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ മഴ നിലക്കുകയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വെള്ളം ഇറങ്ങി തുടങ്ങും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക. കോഴിക്കോട് ബ്യൂറോക്കൊപ്പം ടി അനീസ് അലി, മീഡിയ 1, വയനാട്.